ഹായ് ഓൾ, എല്ലാവർക്കും സൈലത്തിന്റെ IT വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച അതേപോലെ തന്നെ പബ്ലിക് എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന വീഡിയോ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന QGIS സോഫ്റ്റ്വെയർ, ഭൂപട വായനയിലുള്ള QGIS സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിലെ പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. പ്രധാനമായിട്ടും മോഡൽ പരീക്ഷയ്ക്ക് 2 ചോദ്യങ്ങളാണ് നമുക്ക് QGISൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ 2 ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വിഭവ ഭൂപടത്തിന്റെ മാതൃക ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള QGIS പ്രൊജക്ട് എന്ന ഫോൾഡറിൽ ലോക്കൽ മാപ്പ് .qgs എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, എക്സാം ഡോക്യുമെന്റ്സിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയൽ ലോക്കൽ മാപ്പ് .qgs എന്ന ഫയൽ തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് QGIS ഡെസ്ക്ടോപ്പ് എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമുക്ക് പ്രവർത്തിപ്പിക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, വിഭവ ഭൂപടത്തിലെ റോഡ്സ് ലെയർ പ്രദർശിപ്പിക്കുക. അതായത് ആ മാപ്പിനകത്തുള്ള ഒരു ലെയറിനെ നമ്മൾ പ്രദർശിപ്പിക്കണം. രണ്ടാമത്തേത്, വാർഡ് 3 നൽകിയിരിക്കുന്ന നിറം മാറ്റി നീലയാക്കുക. അതിനകത്തുള്ള ലെയറുകളുണ്ട്, ആ ലെയറുകളുടെ നിറം മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ വിഭവ ഭൂപടം ഒരു ചിത്ര ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ ഹോമിലെ എക്സാംഡൻ എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. അതായത് ഒരു ചിത്ര ഫോർമാറ്റ് ആയിട്ട് ഈ ഒരു ഫയലിനെ നമ്മൾ സേവ് ചെയ്യണം. അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഹിന്റ് കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ചിത്ര ഫയലായി സേവ് ചെയ്യുന്നതിന് QGIS സോഫ്റ്റ്വെയറിലെ മെനു ബാറിൽ നിന്നും പ്രൊജക്റ്റ് സേവ് ആസ് ഇമേജ് എന്ന ഓപ്ഷനാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യമായ ചോദ്യങ്ങൾ ഇതിൽ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് QGISനകത്ത് ഈ ഒരു പ്രവർത്തനം ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് QGIS ഡെസ്ക്ടോപ്പ് തുറക്കണം. ആ സ്റ്റെപ്പ് നമുക്ക് അറിയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ഇതിനകത്താണ് നമുക്കുള്ള QGIS ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം, പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഏത് സോഫ്റ്റ്വെയർ ആണോ അത് ശരിയായി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു മിനിമം മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്രമം നിങ്ങൾ എല്ലാവരും നല്ലതുപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇങ്ങനെയാണ് QGIS ഡെസ്ക്ടോപ്പ് തുറന്നാലുള്ള വിൻഡോ നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ ഒരു വൈറ്റ് ഏരിയ കാണാം. ഇവിടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള മാപ്പുകൾ കാണുക. അതേപോലെ ഈ കോർണറിൽ കാണുന്നതാണ് ലെയർ പാനൽ. ഇവിടെയാണ് നമ്മൾ ആ മാപ്പിനകത്ത് ഏതൊക്കെ ലെയറുകൾ ഉണ്ടോ ആ ലെയറുകളെ കാണിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, എക്സാം ഡോക്യുമെന്റ്സിൽ നിന്നും ആ ഒരു പ്രൊജക്റ്റ് ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണം. അങ്ങനെ ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി പ്രൊജക്റ്റ് മെനുവിലെ ഓപ്പൺ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എവിടെയാണോ ആ ഫയൽ ഉള്ളത് ആ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണം. നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, എക്സാം ഡോക്യുമെന്റ്സിലെ QGIS പ്രൊജക്ട് എന്നതിനകത്ത് കൃത്യമായിട്ട് അവിടെ പേര് പറയുന്നുണ്ട്. നോക്കൂ, ലോക്കൽ മാപ്പ് .qgs എന്നുള്ള ഫയലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഫയലിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ചോദ്യങ്ങൾ നോക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ഭൂപടത്തിലെ റോഡ്സ് എന്ന് പറയുന്ന ലെയർ പ്രദർശിപ്പിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒരു ലെയർ പ്രദർശിപ്പിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാണുന്ന ലെയർ പാനൽസിൽ നമുക്ക് ഓരോരോ ലെയറുകൾക്കും കാണാൻ കഴിയും. ആ ലെയറുകൾക്ക് നേരെ ടിക്ക് മാർക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഏതെങ്കിലും ലെയറുകൾ പ്രദർശിപ്പിക്കാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ബോക്സിനകത്ത് ടിക്ക് മാർക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലെയറുകളെ പ്രദർശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് നമ്മൾ ആ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ മാപ്പിനകത്തുള്ള റോഡ്സ് എന്ന് പറയുന്ന ലെയറുകൾ നമ്മൾ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കാനാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണുന്ന ഈ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ മതി. ഉദാഹരണമായിട്ട് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഈ മാപ്പിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ലെയർ ബോക്സിൽ നിന്നും ഫോറസ്റ്റ് എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, അൺടിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ലെയറിനെ പ്രദർശിപ്പിക്കുന്നതും അതേപോലെ ഹൈഡ് ചെയ്യുന്നതും. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യത്തെ പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തേത് പറയുന്നത്, വാർഡ് 3 നൽകിയിരിക്കുന്ന നിറം മാറ്റി നീല ആക്കുക എന്നുള്ളത്. അതായത് കടന്നിരിക്കുന്ന റെഡ് കളറിനെ മാറ്റി നമ്മൾ ബ്ലൂ കളറിലേക്ക് മാറ്റണം. എങ്ങനെയാണ് ആട്രിബ്യൂട്ടുകളുടെ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ലെയറുകളുടെ കളറുകൾ മാറ്റുന്നത്, പ്രോപ്പർട്ടീസിൽ മാറ്റം വരുത്തുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ആ ലെയറിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഡിവിഷൻസിൽ നിന്നും വാർഡ് 3 എന്നുള്ള ലെയറിലാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. ആ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ലെയറിന് മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ ലെയറിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, കളർ അവിടെ ഓൾറെഡി ഇപ്പോൾ റെഡ് ഉണ്ട്, അത് മാറ്റി നമുക്ക് ബ്ലൂ കളർ കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് ആ റെഡ് കളറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് കളറിലേക്കാണോ പറഞ്ഞിരിക്കുന്നത് ആ കളർ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ബ്ലൂ കളറാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ബ്ലൂ കളർ സെലക്ട് ചെയ്യാം. ഇതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമ്മൾ ആ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ കളർ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. താഴെ കാണുന്ന ഓക്കെ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ വാർഡിന്റെ നിറം റെഡിൽ നിന്നും മാറി ബ്ലൂ എന്ന കളറിലേക്ക് മാറ്റിയിരിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് 7 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പാഠഭാഗമാണ് QGIS. അപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ലെയർ പ്രദർശിപ്പിച്ചു, അതേപോലെ ലെയറിന്റെ കളർ മാറ്റി. ഇനി ചോദ്യത്തിൽ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇതിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ചോദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്. പ്രൊജക്റ്റ് മെനുവിലെ സേവ് ആസ് ഇമേജ് എന്നുള്ള ക്രമത്തിലാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം സേവ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് മെനുവിലെ സേവ് ആസ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മറന്നു പോവാതെ ഷുവറായിട്ട് ചെയ്യുക. exam10 എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ ആ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എത്രാമത്തെ ചോദ്യമാണോ ആ നമ്പർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇവിടേക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് QGIS ഡെസ്ക്ടോപ്പിലെ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ QGISനകത്ത് മറ്റൊരു ചോദ്യം കൂടി റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ആ ചോദ്യം എന്ന് നോക്കാം. ഇതേപോലെ തന്നെ ഒരു ഫയൽ എവിടെ തന്നിട്ടുണ്ട്, localmap.qgis എന്ന ഫയൽ തന്നെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. ഇത് മറ്റൊരു രീതിയിലുള്ള ചോദ്യമാണ്. ഇവിടെ നോക്കൂ, ഭൂപടത്തിൽ വനമേഖലയിൽ നിന്നും ഉത്ഭവിച്ച് വാർഡ് 3-ൽ കൂടി കടന്നു പോകുന്ന ഒരു നദി ചുവടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അടയാളപ്പെടുത്തണം. അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ഇവിടെ പറയുന്നത് ഒരു പുതിയ ലെയർ നമ്മളോട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, ഹൗസ് ലെയറിന് മുകളിലായി റിവർ എന്ന പേരിൽ ഒരു പുതിയ ലെയർ നിർമ്മിക്കുക. ആ ലെയറിന് ആവശ്യമായ ടൈപ്പ് ലൈൻ എന്നുള്ളതാണ്. അതിനാവശ്യമായ ആട്രിബ്യൂട്ടുകൾ നെയിം, വിഡ്ത്ത്, ലെങ്ത് തുടങ്ങിയവയാണ് ആ റിവറിന്റെ ആട്രിബ്യൂട്ടുകളായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഫോറസ്റ്റിൽ നിന്നും തുടങ്ങി വാർഡ് 3-ൽ കൂടി കടന്നു പോകുന്ന ഒരു നദി നമ്മൾ ആ മാപ്പിനകത്തേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം ഇതിനെ ഒരു സേവ് ആസ് ഇമേജ് എന്നുള്ള രീതിയിൽ ചിത്ര ഫോർമാറ്റിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു QGIS പ്രോജക്റ്റിന്റെ പ്രവർത്തനം ഇവിടെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യേണ്ടത്. എങ്ങനെയാണ് QGIS തുറക്കാൻ നമുക്കറിയാം. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, QGIS ഡെസ്ക്ടോപ്പ്. ഈ രീതിയിലാണ് QGIS സോഫ്റ്റ്വെയർ നമ്മൾ നേരത്തെയും തുറന്നിട്ടുള്ളത്. ആ ഒരു ക്രമം നിങ്ങൾ നല്ലതുപോലെ പഠിച്ചു വെക്കുക. ഇനി നമുക്കറിയാം QGIS വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് പ്രൊജക്റ്റ് മെനുവിൽ നിന്നും ഓപ്പൺ എന്നുള്ളതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഏതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഫയൽ, localmap.qgis എന്നുള്ള ഫയലാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഫയലിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആ ചോദ്യത്തിൽ കാണാൻ കഴിയും. ഒന്നാമത്തേത് ഒരു പുതിയ ലെയർ നിർമ്മിക്കാനാണ്. രണ്ടാമത്തേത് ഒരു പുതിയ ലെയറിനെ അടയാളപ്പെടുത്തണം. എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹൗസ് എന്നുള്ള ലെയറിന് മുകളിലാണ് നിർമ്മിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹൗസ് എന്നുള്ള ലെയർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒരു പുതിയ ലെയർ നിർമ്മിക്കുകയാണ്. അതിനുവേണ്ടി ലെയർ മെനുവിൽ നിന്നും ക്രിയേറ്റ് ലെയർ, അതിലെ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ ക്രമം നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം, എങ്ങനെയാണ് ഒരു പുതിയ ലെയർ നിർമ്മിക്കുന്നത് എന്നുള്ളത്. ലെയർ മെനുവിലെ ക്രിയേറ്റ് ലെയറിലെ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ലെയറിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിലുകൾ അവിടെ ചോദിക്കുന്നുണ്ട്. അവിടെ ടൈപ്പ് 3 ടൈപ്പ് നമുക്ക് കാണാൻ കഴിയും. പോയിന്റ്, ലൈൻ, പോളിഗൺ എന്നിവ. ഇവിടെ ചോദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നുണ്ട് റോഡ്, അതേപോലെ നദികൾ തുടങ്ങിയവയൊക്കെ ആണെങ്കിൽ നമ്മൾ ലൈൻ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് ഉപയോഗിക്കുക. അപ്പോൾ വീടിനൊക്കെയാണ് നമ്മൾ പോയിന്റുകൾ ഉപയോഗിക്കുന്നത്. അതേപോലെ ഗ്രൗണ്ട്, അതേപോലെ പാഡി ഫീൽഡ്സ്, ഇങ്ങനെയുള്ള പ്രത്യേകം ഏരിയകളൊക്കെ കാണിക്കാനാണ് നമ്മൾ പോളിഗൺ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു നദിയാണ്, റിവറാണ് നമുക്ക് നിർമ്മിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ലൈൻ എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തേത് അവിടെ ഫീൽഡുകൾ നമുക്ക് ആഡ് ചെയ്യണം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട് 3 ഫീൽഡുകളാണ് നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നെയിം, അതിനുശേഷം വിഡ്ത്ത്, ലെങ്ത്. അപ്പൊ എങ്ങനെയാണ് ആ ഫീൽഡുകൾ ആഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫീൽഡിന്റെ പേര് നെയിം എന്നാണ്. അപ്പൊ നമ്മൾ അവിടെ നെയിം എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് എന്നുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ആ ഫീൽഡ് ലിസ്റ്റിനകത്ത് അവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തേത് വിഡ്ത്ത് എന്ന് പറയുന്നതാണ് നമുക്ക് അതിനകത്തേക്ക് ഉൾപ്പെടുത്തേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് ടൈപ്പാണ് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് സാധാരണ ടെക്സ്റ്റുകളാണ്, നമുക്ക് പേരുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സംഖ്യ ആയതുകൊണ്ട് നമ്മൾ ഹോൾ നമ്പർ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം എന്താണോ ആട്രിബ്യൂട്ടിന് കൊടുക്കേണ്ട പേര് ആ പേര് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ടൈപ്പ് നമ്പർ എന്നുള്ളതിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് എന്നുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ഈ ഒരു ഫീൽഡിനെയും നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം ആ പേര് കൊടുത്തു,
ഹോൾ നമ്പർ തന്നെയാണ് ആഡ് ടു ഫീൽഡ് ലിസ്റ്റ്. അതായത് നമ്മളൊരു പുതിയ ലെയർ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് എന്തൊക്കെ വിവരങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട് ആ കാര്യങ്ങളാണ് നമ്മളിവിടെ ഒരു പുതിയ ഫീൽഡായിട്ട് നൽകുന്നത്. അതിനുശേഷം നമ്മൾ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ലെയർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്കെ കൊടുത്തിട്ടുള്ളത്. ആ മെസ്സേജ് വരിക തൊട്ട് താഴെയായിട്ടാണ് വരിക. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. താഴെ കാണുന്ന സേവ് ലെയർ ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പൊ നമ്മളോട് ആ ലെയർ സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ലെയറിന് നമ്മളോട് പേര് കൊടുക്കാൻ പറഞ്ഞത്? റിവർ എന്നാണ് നമുക്ക് ആ ലെയറിന് പേര് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ റിവർ എന്നുള്ള പേരിൽ നമ്മൾ ഈ ഒരു ലെയറിനെ അവിടെ സേവ് ചെയ്യാണ്. ഓക്കെ, റിവർ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം സേവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് കാണാൻ കഴിയും ഹൗസ് എന്നതിന് മുകളിൽ റിവർ എന്ന് പറയുന്ന ഒരു പുതിയ ലെയർ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ലെയറുകൾ നിർമ്മിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ഫോറസ്റ്റിൽ നിന്നും വാർഡ് 3യിലേക്ക് വരുന്ന രീതിയിൽ ഒരു റിവറിൽ നമുക്ക് വരച്ചു ചേർക്കേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെയാണ് വരച്ചു ചേർക്കുക, ആട്രിബ്യൂട്ടുകൾ ഉൾപ്പെടുത്തുക എന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും 2 ടൂളുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ടൂളുകളുടെ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം, തിയറി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഒന്നാമത്തേത് ടോഗിൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന ടൂളാണ്. ആദ്യം നമ്മൾ ടോഗിൾ എഡിറ്റിംഗ് ടൂൾ സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തേത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആഡ് ഫീച്ചർ എന്ന് പറയുന്ന ടൂളാണ്. അപ്പൊ ഈ ക്രമത്തിലാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ആഡ് ഫീച്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൗസ് പോയിന്റർ ഒരു പോയിന്റിംഗ് ഷേപ്പിലേക്ക് മാറുന്നത് കാണും. അപ്പൊ നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫോറസ്റ്റിൽ നിന്ന് ആരംഭിച്ച് വാർഡ് 3യിൽ കൂടി കടന്നു പോകുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു റിവർ എന്ന് പറയുന്നത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫോറസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ആ പുഴ പോകുന്നത് പോലെ, റിവർ പോകുന്നത് പോലെ എങ്ങോട്ടാണോ പോകേണ്ടത് ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ മൗസ് ക്ലിക്ക് ചെയ്ത് ആ വരകളെ മുന്നോട്ട് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏറ്റവും അവസാനം നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഡ്രോയിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമുക്ക് മൗസിനകത്തുള്ള റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഫീച്ചറുകൾ അവിടെ ചോദിക്കും. ആരുടെ പേരിലാണ്, അതേപോലെ വിഡ്ത്ത്, ലെങ്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം ആ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് കൊടുക്കാം, ഇല്ല എങ്കിൽ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു റിവർ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തി. ഇനി ഇതിനെ സേവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി പ്രൊജക്റ്റ് മെനുവിലെ സേവ് ആസ് ഇമേജ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്കറിയാം exam10 എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് സേവ് ചെയ്യേണ്ടത്. ഹോമിലെ exam10 എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ നൽകിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ സേവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് QGIS സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യാൻ കഴിയും. ഈ 2 ചോദ്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ QGISൽ നിന്ന് ഏത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് ചെയ്യും. അപ്പൊ ഈ രീതിയിൽ QGISലെ പ്രവർത്തനങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള മറ്റ് വീഡിയോകൾ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.